Hi my dear friends, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP Talksലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പുഞ്ചപ്പാടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തതിന് കണ്ടതുപോലെ തന്നെ വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് CSAT പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ CSATന്റെ എങ്ങനെയാണ് അത് പഠിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയുടെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം കമൻ്റ് ആയിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലുണ്ട്, അതിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഒരുപാട് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആവുന്നൊരു ഗ്രൂപ്പാണ്. ഓക്കെ, ജോയിൻ ചെയ്യാത്തവർ ഉടനെ ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് 5000 രൂപയാണ് CSATന്റെ കംപ്ലീറ്റ് കോഴ്സിന് വരുന്നത്. അത് ആദ്യം ജോയിൻ ചെയ്ത കുറച്ച് കുട്ടികൾക്ക് മാത്രമുള്ള ഒരു ഓഫറാണ് 1499 രൂപ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഓഫറോട് കൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടനെ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം, രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ അത് ഏറ്റവും ബേസിക് ലെവൽ, ഇപ്പോൾ മാത്സും ഇംഗ്ലീഷും റീസണിങ് മെന്റൽ എബിലിറ്റി അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് CSATൽ വരുന്നത്. അപ്പോൾ മുമ്പത്തെ വർഷത്തിനേക്കാൾ CSAT ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു CSAT എന്തുകൊണ്ട് പഠിക്കണം എന്നുള്ളത്. അപ്പോൾ CSAT വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരികയാണ്. അപ്പം അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനവും കാര്യവും അതിന് ആവശ്യമാണ്. പുതിയ ട്രെൻഡ് അനുസരിച്ച്, പാറ്റേൺ ചേഞ്ച് അനുസരിച്ചുള്ള പഠനവും കാര്യങ്ങളൊക്കെ അതിന് ആവശ്യമാണ്. അപ്പോൾ അതനുസരിച്ച് പഠിക്കണമെങ്കിൽ ഒരു ക്ലാസ് അനിവാര്യമാണെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അത്തരത്തിൽ ആ പാറ്റേൺ ചേഞ്ചസ് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും ബേസിക് ലെവൽ മുതൽ തന്നെ മാത്സും മെന്റൽ എബിലിറ്റിയും കാര്യങ്ങളും റീസണിങ്ങും അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ടെക്നിക്സുകളും ട്രിക്സുകളും ഒക്കെ ഉപയോഗിച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. ഓൺലൈനായിട്ടാണ് വരുന്നത്. സൂമിലൂടെ ക്ലാസ് ഉണ്ടാവുക. വീക്കിലി കുറച്ച് ദിവസങ്ങളാണ് ക്ലാസ് ഉണ്ടാവുക. എല്ലാ ഡെയിലി ക്ലാസ് വരുന്ന പ്രോഗ്രാം അല്ല, വീക്കിലി 3-4 ദിവസമാണ് ക്ലാസ് ഉണ്ടാവുക. അത് ഇന്ററാക്റ്റീവ് ക്ലാസ് ആണ്. അതിന്റെ റെക്കോർഡിങ്സ് ഉണ്ടാവും. എൻ്റെ കാരണവശാൽ അപ്പോൾ നിങ്ങൾക്ക് ലൈവ് കാണാൻ പറ്റുന്ന ഒരാളാണ്, റെക്കോർഡിംഗ് ആണ് താല്പര്യമെങ്കിൽ അത്തരം ആളുകൾക്ക് എന്ത് ചെയ്യും, റെക്കോർഡായിട്ടും പ്രൊവൈഡ് ചെയ്യും. അത് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ കംപ്ലീറ്റ് മെറ്റീരിയൽ ഉണ്ടാവും, ടെസ്റ്റുകൾ ഉണ്ടാവും, പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതിന്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, പിന്നെ മോഡൽ ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാണ് പ്രോഗ്രാം പോകുന്നത്. അപ്പോൾ ആ ഒരു ഓഫർ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ CSAT എങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ മാത്സും ഇംഗ്ലീഷും റീസണിങ് മെന്റൽ എബിലിറ്റി ഒക്കെയാണ് അതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അത് ഇംഗ്ലീഷ് കവർ ചെയ്യാൻ വേണ്ടി എനിക്ക് തോന്നുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് രീതി എന്ന് പറയുന്നത് ഒന്ന് പത്രം വായിക്കാം. ഹിന്ദു പത്രം സ്ഥിരമായിട്ട് വായിക്കുക. അതിന്റെ കൂടെ മാക്സിമം ഇത്തരത്തിലുള്ള കോംപ്രഹെൻഷൻ പാരഗ്രാഫ് കാര്യങ്ങൾ ആൻസർ ചെയ്ത് നോക്കുക. അത് പറ്റുമെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ തന്നെ ഇംഗ്ലീഷ് UPSCയിലെ തന്നെ CSATന്റെ ഈ പാരഗ്രാഫ് എടുത്ത് ആൻസർ ചെയ്ത് കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്താണ് പഠിക്കാൻ പറ്റുക. പിന്നെ മാത്സ് എന്ന് പറയുന്നത് കുറച്ച് ബേസിക് മാത്സ് ആണ്. അതിന്റെ ഇപ്പോൾ ലാസ്റ്റ് 2 വർഷം കുറച്ചും കൂടിയൊക്കെ ടഫർ ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് ബേസിക് ആയിട്ടുള്ള മാത്സ് മുതൽ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. എന്നിട്ട് ഒരു പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് ഉണ്ട് UPSC ചോദിക്കുന്നത്. ഇപ്പം ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ സ്പീഡ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് ഏരിയാസ്. ആ ഏരിയാസ് കൂടുതൽ ഫോക്കസ് ചെയ്ത് അതിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കി പഠിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുക. പിന്നെ റീസണിങ് മെന്റൽ എബിലിറ്റിയൊക്കെ ബേസിക്സ് പഠിക്കുക. അതിന്റെ കൂടെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും മാക്സിമം മോഡൽ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കുക. അപ്പം സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, മോഡൽ ടെസ്റ്റുകൾ, പിന്നെ സിലബസ് ബേസ് ചെയ്തുകൊണ്ട് സിലബസിൽ തന്നെ ഏറ്റവും UPSCയുടെ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസ് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യുക. അതിൽ മാക്സിമം മോഡൽ ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യുക അതിന് വേണ്ടി ചെയ്യാൻ പറ്റുക. ആ കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതും. ഈ വീക്ക് മുതലത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് പ്രിലിംസ് വരെ നിങ്ങൾക്ക് ക്ലാസ് വരുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഡൗട്ട്സ് കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ നമ്പറുമായിട്ട് ബന്ധപ്പെടാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.